ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മെഡിസിനൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബോക്സാണ്. അതുമേലേക്ക് നമ്മൾ ഇതേപോലെ ഒരു നീളത്തിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കുള്ള വലിയൊരു പീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോക്സ് എടുത്താൽ മതി. നമുക്ക് പേസ്റ്റിൻ്റെ ബോക്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം, പക്ഷേ ഇത്തിരി ചെറുതായി പോകുന്നേ ഉള്ളൂ. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കളർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടായും ചെയ്യുക. പിന്നെ ഞാൻ ഇതേപോലെ ഒരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതൊരു വൈറ്റ് കളറിൽ നമ്മുടെ സാധാരണ A4 ഷീറ്റാണ്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, കളർ പേപ്പർ യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലാത്തൊരു സ്കെച്ച് പെനൊക്കെ യൂസ് ചെയ്ത് കളർ കൊടുത്തിട്ടായാലും ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നെ പേപ്പറിനൊക്കെ ഒരു കളർ ഉണ്ടാവുമല്ലോ, അതിനെ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ മെഡിസിൻ്റെ ആ ഒരു ഇരുന്നുകൊണ്ട് അത് വെച്ച് ചെയ്താണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതുമ്പോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഇമേജ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഇമേജ് രണ്ടായിട്ട് ഇതുപോലെ മുറിക്കാനായിട്ട്. ആ ഒരു ഹേർട്ട് രണ്ടായി പോകുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു 2 സൈഡ് ടേപ്പ് എടുക്കാം. അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മതി. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ നീങ്ങുക ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ നല്ല പശയുള്ള 2 സൈഡ് ടേപ്പ് ആയിരിക്കണം, കാരണം അത് നന്നായിട്ട് ഒട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കത്തില്ല. അതേപോലെ തന്നെ ആ ചേർത്ത് ഒട്ടിക്കുമ്പോൾ അത് വേറെ സൈഡിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പശ ചേർത്ത് വലിക്കുമ്പോൾ അത് പിന്നീട് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വലിഞ്ഞു പോരത്തില്ല, അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു വിഷസ് ഇതേപോലെ എഴുതിയെടുക്കാറുണ്ട്. ഞാനിപ്പോൾ സാധാരണ പേന യൂസ് ചെയ്ത് സാധാരണ ഒരു പേപ്പറിൽ എഴുതിയുകൊണ്ട് അത്ര ക്ലിയറും ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ നല്ല പേനാസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല പേപ്പറിലൊക്കെ എഴുതുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ജെൽ പെനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ എഴുതിയേ ഉള്ളൂ. അതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇത്തിരിയും കൂടി കളറൊക്കെ ഉണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഇത്തിരിയും കൂടി വൈറ്റ് ആയിട്ടല്ലേ കാണും, അപ്പോൾ അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു ഹേർട്ട് വരച്ച് കൊടുത്തിട്ട് ആ ഹേർട്ടിന് പല കളറുകൾ യൂസ് ചെയ്തിട്ട് ഒരു ഹേർട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ പല ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. വേണമെങ്കിൽ 2 പ്രാവൊക്കെ വരച്ച് വയ്ക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് എളുപ്പത്തിന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് പൊക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ